ഹലോ ഗായ്സ്, ഇന്ന് മൂകാംബിക പോകുന്ന ചെറിയൊരു വ്ളോഗാണ് കാണിക്കുന്നത്. 12 മണിക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിന്. ഒരു 11:40 ആകുമ്പോൾ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അധികമൊന്നും ലേറ്റ് ആവാതെ ട്രെയിൻ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ രാത്രി ആയതുകൊണ്ട് സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ട്രെയിനത്തെ വീഡിയോ ഒന്നും എടുക്കാത്തത്. രാവിലെ ഞങ്ങൾ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത ശേഷം ട്രെയിനിൽ നിന്ന് തന്നെ ഫുഡ് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഞാൻ ഉപ്പുമാവും ചായയുമാണ് വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഉണ്ണി കട്ട്ലേറ്റ്, ഒരു ബ്രെഡിൻ്റെ കട്ട്ലേറ്റാണ് അവൾ വാങ്ങിച്ചത്. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു ഫുഡായിരുന്നു. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുള്ളത്. അന്ന് ബാത്റൂമൊന്നും ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഭയങ്കര വൃത്തികേടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. നമ്മൾ ടോയ്ലറ്റ്സും ഒക്കെ നല്ല വൃത്തിയുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഫാമിലി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 20 ആൾക്കാരായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ഇത്രയും മണിക്കൂർ ട്രാവൽ ചെയ്ത് എത്തിയത് പോലും അറിഞ്ഞതില്ല. അങ്ങനെ നമ്മൾ ബയന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ബയന്തൂർ റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം ഒരു 30 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തിലോട്ടുള്ള ദൂരം. നമ്മൾ സ്റ്റേഷൻ്റെ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഇതാ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടത് കാണാം. ഓട്ടോ, ട്രാവലർ, വാന്, ടാക്സി, അങ്ങനെ ഒരുപാട് ടൈപ്പ് വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോ വണ്ടിക്കും വേറെ വേറെ ചാർജാണ്. നമ്മൾ ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ട്രാവലർ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 2000 റുപ്പീസാണ് ഏകദേശം നമ്മൾ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തിലോട്ടുള്ള ട്രാവലിംഗ് ചാർജ് വന്നത്. റോഡൊക്കെ നല്ല റോഡായിരുന്നു കേട്ടോ. അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയത് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക റൂമുകളും ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ തപ്പിത്തിരഞ്ഞ ശേഷമാണ് ഒരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കഴിയുന്നതും ഓണം, വിഷു, ക്രിസ്മസ്, വേനലവധി, അതുപോലെ തന്നെ നവരാത്രി അങ്ങനത്തെ ദിവസങ്ങളിലൊന്നും ക്ഷേത്രത്തിൽ പോകാനായിട്ട് തിരഞ്ഞെടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും. നമുക്ക് റൂം കിട്ടാനും പിന്നെ തൊഴാനും എല്ലാത്തിനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. തൊഴാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നേരം നമ്മൾ വരി നിന്നാൽ മാത്രമേ ഒന്ന് ദേവീനെ കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ സീസൺ അല്ലെങ്കിൽ പോലും ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച തൊട്ടിട്ട് റൂംസിൻ്റെയൊക്കെ റെൻറ്റ് കൂടാൻ തുടങ്ങും. വെള്ളി, ശനി, ഞായറൊക്കെ അത്യാവശ്യം നല്ല റെൻറ്റ് ഉണ്ടാവും റൂമിനൊക്കെ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ റെൻറ്റ് കുറയുന്നൊരു രീതിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവധി ദിവസങ്ങളല്ലാത്ത ദിവസങ്ങളിൽ എത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രി എത്തുന്ന രീതിയിൽ വരാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ബയന്തൂർ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഒമിനി വണ്ടികൾ കിട്ടും. നിങ്ങളൊരു 4-5 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒമിനി വണ്ടി വിളിക്കുന്നതായിരിക്കും ബെറ്റർ. ഒരു 900 രൂപയൊക്കെയാണ് അതിന് ചാർജ് ആവുന്നത്. ഇനി ടാക്സിയാണ് വിളിക്കുന്നതെങ്കിൽ അതിന് 1200 രൂപയാവും. ഞങ്ങളവിടെ എത്തിയ ദിവസം രാവിലെ ഞങ്ങൾ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയിട്ടില്ലായിരുന്നു. ഞങ്ങളൊഴികെ കൂടെയുള്ള ആരും രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ അടുത്ത് നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. സാന്നിധ്യം എന്നായിരുന്നു പേര്. അവിടുന്ന് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറുമാണ് കഴിച്ചത്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. നല്ല ഫുഡായിരുന്നു, പക്ഷേ റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. നമ്മളെ കാലിക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ വടയ്ക്കും ദോശയ്ക്കൊക്കെ ഒരു 15 രൂപ 20 രൂപേൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ അവിടെ 30 രൂപയായിരുന്നു ഒരു വടയ്ക്ക്. അതുപോലെ തന്നെ മസാല ദോശയ്ക്കൊക്കെ 75 രൂപയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുളിച്ച് ഫ്രഷ് ആയ ശേഷം ഞങ്ങൾ കുടജാദ്രിയിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. കുടജാദ്രിയിലോട്ടുള്ള ഒരുപാട് ജീപ്പുകൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ അവൈലബിൾ ആണ്. ഒരാൾക്ക് 470 രൂപയാണ്. 8 ആളെയാണ് ഒരു ജീപ്പിൽ കൊള്ളുന്നത്. ഡ്രൈവർ കൂടാതെ 8 പേർക്കാണ് കേട്ടോ. 2 പേർക്ക് മുന്നിലും അതുപോലെ തന്നെ 6 പേർക്ക് ബാക്കിലും ഇരിക്കാം. കുടജാദ്രിയിലോട്ടുള്ള ഓഫ് റോഡ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചാർജ് ഒരു 100 റുപ്പീസ് കൊടുക്കണം. തിരിച്ചു വരുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ കവറോ ബോട്ടിലോ എന്താണോ കൊണ്ടുപോകുന്നത് അത് കാണിച്ചു കൊടുത്താൽ നമുക്ക് ആ എമൗണ്ട് റീഫണ്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുകൂടാതെ അവിടോട്ടുള്ള എൻട്രൻസ് ഫീ ഒരാൾക്ക് 70 രൂപയാണ് വരുന്നത്. അവിടേക്കുള്ള ഈ ജീപ്പ് യാത്ര എന്നൊക്കെ പറയുന്നത് നമ്മളെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കർണാടക സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും വലിയ 13ാമത്തെ കൊടുമുടിയാണ് കേട്ടോ കുടജാദ്രി. ഇതിന് ഏകദേശം 1343 മീറ്റർ ഉയരവും ഉണ്ട് കേട്ടോ.
കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം ഈ കുടജാദ്രി മലനിരകളുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രായമായവരും കുട്ടികളൊക്കെ കഴിയുന്നതും ഈ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ നന്നാവുന്നത്. പിന്നെ നമ്മൾ ജീപ്പ് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് 1-2 ക്ഷേത്രങ്ങളൊക്കെ കാണാം. ഇത് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായിട്ടാണ് കേട്ടോ കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് 1-2 ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച ശേഷം മാത്രമാണ് മുകളിലോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത്. നമ്മളെ ജീപ്പ് ഓടിച്ച ഡ്രൈവറിന് അത്യാവശ്യമൊക്കെ മലയാളം അറിയായിരുന്നു. അപ്പോൾ അവർ നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. താഴെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അവർ പല പൂജകളെ പറ്റിയിട്ടൊക്കെ നമ്മളെ അടുത്ത് പറയും. അപ്പം അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഷീട്ടാക്കിയാൽ മതി എന്നുള്ളത് പ്രത്യേകം അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വഴി എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ബുദ്ധിമുട്ടുള്ള വഴിയാണ്. പാറകളും അതുപോലെ തന്നെ ചരലൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കയറ്റായതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. വല്ല വടിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കത് കുത്തിപ്പിടിച്ചിട്ടൊക്കെ നടക്കാം. കാരണം വെച്ചാൽ കുറച്ചും കൂടി നമുക്കൊരു സേഫ്റ്റി കിട്ടും. ഇങ്ങനത്തെ ചരലായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വഴുക്കി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മഴക്കാലത്തൊന്നും അധികം പോവാതിരിക്കുന്നതാണ് ബെറ്റർ കേട്ടോ. മുകളിലോട്ടുള്ള വഴി എന്ന് പറയുന്നത് അത്യാവശ്യം ദൂരമുണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടും ദൂരമുണ്ട്. നമ്മളിങ്ങനെ നടന്നിട്ട് ഇപ്പത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നടക്കുന്നത്. പക്ഷേ എത്രയോ നടന്ന് കുറേ നേരം നമ്മൾ റെസ്റ്റ് എടുക്കും, പിന്നെയും നടക്കും. അങ്ങനെയാണ് നമ്മൾ മുകളിലെത്തിയിട്ടുള്ളത്. ഞാൻ എന്നൊക്കെ പറയുമ്പം അങ്ങനെ ഒട്ടും നടന്ന് ശീലമുള്ള ഒരാളല്ല. നമ്മൾ ഓഫീസിൽ പോവും, തിരിച്ചു വരും. ഇപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, പിന്നെ അധികം വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നടത്തം എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. പക്ഷേ അവിടോട്ടുള്ള വഴി പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലെങ്കിലും നമ്മളിതൊക്കെ ലൈഫിലൊന്ന് അനുഭവിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തുമ്പം ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ ദിവസം മൂകാംബിക ക്ഷേത്രത്തിൽ തൊഴുതിട്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ പോയി വന്നപ്പോൾ തന്നെ നന്നായിട്ട് ക്ഷീണവും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അന്ന് തൊഴുതിട്ടില്ല. പിന്നെ റൂമിലൊക്കെ പോയി മേലൊക്കെ കഴുകി. ആ ദിവസം രാത്രി ദേവിയുടെ സ്വർണ്ണത്തേരിലുള്ള എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പോയി കണ്ടു. പോയി വന്ന ക്ഷീണത്തിൽ അന്ന് ഞാൻ പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. രാത്രി ഫുഡ് കഴിച്ചു, വേഗം കിടന്നുറങ്ങി. പിറ്റേ ദിവസമാണ് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നത്. ഞാനിതുപോലെ താലത്തിൽ ദേവിക്ക് അർച്ചന ചെയ്യാനുള്ള പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു മക്കൾക്ക് ഹരിശ്രീയിൽ എഴുതിക്കാനുള്ളത്. അപ്പം ഞങ്ങളതൊക്കെ പോയി ചെയ്തു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അന്ന് ഹരിശ്രീയിൽ എഴുതിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വരിയുണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വരിയിലൂടെ വേണം കടന്നു പോകാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ദിവസം. ഞാൻ പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ പ്രൊഹിബിറ്റഡ് ആണെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനിമം നമുക്ക് പറ്റുന്ന വീഡിയോസൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ദേവിയുടെ ശ്രീകോവിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരുപാട് ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. ദേവിയുടെ പല രൂപത്തിലുള്ള ഫ്രെയിംസും വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ശ്രീകോവിലിൻ്റെ അവിടെ എത്തി കയറാനായുള്ള ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് ഒരു അരമണിക്കൂറോളം അടച്ചുപൂജ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം ഒന്ന് നിന്ന് തൊഴാനുള്ളൊരു സിറ്റുവേഷനൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് അവിടെയുള്ള ആൾക്കാർ നമ്മളെ പറഞ്ഞു വിടും. ജസ്റ്റ് ഒന്ന് ദേവിനെ കാണുക, തൊഴുക, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് അവിടെ നിൽക്കാനുള്ള ടൈം കഴിയും. നമ്മൾ മൂകാംബികയിലോട്ട് കയറി വരുന്ന അവിടെ തന്നെ ഒരു ഗണപതിൻ്റെ ക്ഷേത്രമുണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ കയറിയിട്ടൊന്നുമില്ല. പിന്നെ ഈ സൈഡിൽ നടപ്പാത കണ്ടില്ലേ, അവിടെ ചെരുപ്പൊക്കെ വെക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെരുപ്പ് 10 രൂപയോ അങ്ങനെ എന്തോ പൈസ കൊടുത്താൽ നമ്മളെ ചെരുപ്പ് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ഒരുപാട് കന്നുകാലികൾ ഇങ്ങനെ നടക്കുന്നത് കാണാം. നമ്മളവിടെ നിന്ന് ഞാൻ അധികം ഇങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇന്നലെ പോയി അവിടെ തന്നെയായിരുന്നു ഫുഡ് കഴിക്കാൻ പോയത്. ഞാൻ മസാല ദോശയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ വീട്ടിലോട്ടുള്ള യാത്ര തിരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.